ഹലോ ഗായ്സ്, വീണ്ടും ഒരു ബിഗ് ബോസ് റിവ്യൂവുമായി. ലൈക്ക് എൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ, വൈ സോ ലേറ്റ് ഷാനവാസ്? ഐ മീൻ, എന്നാ കിടുവായിട്ടാണ് പുള്ളി ഇപ്പം കളിക്കുന്നത്. അതും എൻഡ് ആവറായപ്പോഴത്തേക്ക് ഒരു 7 ദിവസം പോലും ബാക്കിയില്ലല്ലോ. യു കുഡ് ഹാവ് ബീൻ ദ വിന്നർ ഓഫ് ദ സീസൺ ഷാനവാസ്. യു മിസ്ഡ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ലൈക്ക് ഇപ്പം 3-4 പൊസിഷനിലായി പോകും. വിന്നർ ആകാൻ പോകുന്ന മോസ്റ്റ്ലി ചാൻസ് ഉള്ളത് നമ്മുടെ അനീഷിനാണ്. പക്ഷേ മൈ ഗോഷ്, ഷാനവാസ് in the analysis on Anu was on the dot. പുള്ളിക്ക് കിട്ടിയത് വളരെ നല്ലൊരു ചാൻസ് ആണ്. പുള്ളി അതിനെ ഡിസൈഫർ ചെയ്ത് അടിപൊളിയായിട്ട് അനുമോളെ എക്സ്പോസ് ചെയ്തിരിക്കുന്നു. അനു എന്താണെന്ന് കേരള ഓഡിയൻസ് മനസ്സിലായില്ലേലും ഷാനവാസും നമ്മളെല്ലാവരും ബുദ്ധിയുള്ള ചില ആൾക്കാർ ഏതായാലും ഡീകോഡ് ചെയ്ത് ഇട്ടിരിക്കുന്നുണ്ട് അനുവിനെ റേറ്റ് ചെയ്ത് ആ സ്കോർ ബോർഡ് ആ ഒരു സീൻ വന്നപ്പോഴത്തേക്ക് മൈ ഗുഡ്നസ്, ഗെയിമറിന് അങ്ങ് 100 സ്കോർ കൊടുത്തപ്പോഴത്തേക്ക് അനു വിചാരിച്ചു, എനിക്ക് വയ്യ, എനിക്ക് എൻ്റെ ചിരിസ് ഒതുക്കാൻ വയ്യ, ഇനി അടുത്തതിന് എത്ര ആയിരിക്കും. പിന്നെ 90 പോയിന്റ്സ് കൊടുത്തു. അടുത്ത ഏതാണ്ടിന് നെക്സ്റ്റ് ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ് കാറ്റഗറി. പിന്നെ വന്നു സത്യസന്ധത, വിശ്വസ്തത, സിമ്പത്തി, കമ്പാഷൻ, സഹാനുഭൂതി. അത് വന്നപ്പോഴത്തേക്ക് ഡും 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 10 പുള്ളിക്കാരിയുടെ ഉള്ള ചിരി പോയി, ചമ്മി നാറി. പിന്നെ ആ എപ്പിസോഡ് ചിരിച്ചിട്ടേ ഇല്ല. അടിപൊളിയായിരുന്നു ഷാനവാസെ. എവിടെ ഇത്ര ലേറ്റ് എങ്ങനെ ആയിപ്പോയി? ഒരു ഷോനവാസ് എന്നുള്ളൊരു പേരിൽ ഇത്രയും മിടുക്കനായ ഒരാൾ ഒതുങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നോ? അത് ഇത്രയും ലേറ്റ് ആയിട്ട് എന്തിനാണ് കാണിച്ചത്? ഈ പുള്ളി ഈവൻ ആഫ്റ്റർ ദാറ്റ് എപ്പിസോഡ് കഴിയുമ്പോഴും അക്ബറിനോട് പറയുന്നത് സോ കറക്റ്റ് ആണ്. ഈവൻ അനീഷിന്റെ ആ ലവ് ട്രാക്ക് പോലും പുള്ളിക്കാരി ഇപ്പോഴും വിട്ടിട്ടില്ല. പുള്ളിക്കാരിക്ക് ഇച്ചിരി കൂടെ അതൊന്ന് എൻജോയ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ലാലേട്ടൻ അത് പറഞ്ഞ് പുള്ളിക്കാരിക്ക് ഇച്ചിരി അറ്റൻഷൻ കിട്ടാനും അങ്ങ് ആസ്വദിച്ച് ഇരിക്കുമായിരുന്നു. അതുപോലും പുള്ളിക്കാരിയുടെ ഗെയിമാണെന്ന് ഷാനവാസ് പറഞ്ഞപ്പോഴത്തേക്ക് മൈ ഗുഡ്നസ്, ഐ വാസ് ലൈക്ക് ഡാം, വി ഹാഡ് എ വിന്നർ റൈറ്റ് ദേർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് us ആൻഡ് നമ്മൾ അറിഞ്ഞില്ല. പുള്ളി വളരെ ലേറ്റ് ആയിപ്പോയി ആ ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. പാവ അനീഷാണ് ആ ഇത്രയും ജെന്റിൽമാൻ. പുള്ളി ആക്ച്വലി ആകട്ടെ ഈ ടൈമിൽ വിന്നർ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പുള്ളി ആ തിങ് പ്രപ്പോസ് ചെയ്തു, അനുമോളോടുള്ള ഇഷ്ടം പറഞ്ഞു. പിന്നെ അനു നോ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ വിട്ടു. വാട്ട് എ ട്രൂ ജെന്റിൽമാൻ ഹി ഈസ്. അത് അല്ലാണ്ട് ഈ അനുമോള് ഈ ഒരു വിഷയത്തെ റബ്ബർ ബാൻഡ് പോലെ ഇപ്പോഴും കിടന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ ഇൻ ലൈവ് ആൻഡ് ഈവൻ ആഫ്റ്റർ ലാലേട്ടൻ ലെഫ്റ്റ്. അത് പുള്ളിക്കാരി വിടുന്ന ലക്ഷണമേ ഇല്ല. ഐ നോ അനു, യു ഹാവ് നോ അതർ ഗെയിം ലെഫ്റ്റ് ആൻഡ് ഓൾസോ യു ഡു നോട്ട് ഹാവ് എ ക്വാളിറ്റി ഓർ എ ക്യാരക്ടർ. സോ വളരെ സീറോ. ഈ 100 days തീർന്നു കഴിഞ്ഞാലും യു ഹാവ് നോ റെസ്പെക്ട് ഇൻ അവർ ഐസ്. ഇൻഫാക്ട് ഇപ്പം കാണിച്ച് കൂട്ടേണ്ട ആ ചീപ്പ് നാടകം എല്ലായിടത്തും പോയി അനീഷിന്റെ ഈ ടോപ്പിക്കിനെ കുറിച്ച് മിണ്ടി ഉള്ള വിലയും കൂടെ കളയല്ലേ. ഷാനവാസ് 10 പോയിന്റ്സ് തന്നായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടെ 0 ആക്കും. PR പോലും കൈവിട്ട കേസായി പോകും പിന്നെ അനുവിന്റെ. സോ ഉള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ഇനിയും ലോ സ്റ്റൂപ്പ് ചെയ്യാൻ ഇനിയും ഒരു സ്പേസ് ഇല്ല അനുവിന്. സോ ഞങ്ങളുടെ കണ്ണിലെല്ലാം അനുവിന്റെ വില പോയി കിടക്കുക. പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാതെ ഷാനവാസ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫേക്ക് കാണിക്കുക. സഹാനുഭൂതി ഉണ്ടെന്ന് കാണിക്കുന്നു, സിമ്പത്തി, കമ്പാഷൻ ഇതൊക്കെ ഏറങ്ങ് ഒലിച്ചു വാരി അങ്ങ് കാണിക്കുന്നത് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ലെന്ന് വിചാരിക്കണ്ട. പൊട്ടന്മാരല്ല അനു. സോ ഉള്ള വിലയും കൊണ്ട് 100ാമത്തെ ദിവസം 2ാമത്തെയോ 3ാമത്തെ പൊസിഷൻ എടുത്തിട്ട് ഇറങ്ങാൻ നോക്ക്. വെളിയിൽ ഏതായാലും ചമ്മി എന്താ പറയുന്നത്, വില ഇല്ലാണ്ട് കിടക്കുക. പാവം PR വരുന്ന ആ ഒരു കഷ്ടം ഞാൻ ചിന്തിക്കുമായിരുന്നു. എത്രമാത്രം അവരിനിയും
വർക്ക് ചെയ്യണം, എത്രമാത്രം വർക്ക് കാണാനും അവരുടെ മേത്ത് കൊടുക്കുന്നത്. 16 lakhs പോരാ കേട്ടോ, ലൈക്ക് ഒരു 20 ലക്ഷമെങ്കിലും കൊടുക്കണേ അവർക്ക്. പാവങ്ങൾ ഗംഭീരമായിട്ട് വെളിയിലിരുന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുക. സോ എനിവേസ്, I just wanted to share with you guys like what a brilliant gamer Shahnawaz was, but it's too late, man. You could have been a winner. Anyways, ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. You guys please comment here your opinion. What do you guys think? Am I right here or not? Anyways, have a great day and enjoy, guys.